ആയിട്ട് നമ്മൾ ഇന്ന് തീർത്ഥയാത്രയിൽ ധ്യാനിക്കാനായിട്ട് പോകുന്നത് പത്രോസിനോട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യത്തെ കുറിച്ചാണ്. ആത്മാർത്ഥമായിട്ട് നമുക്ക് ആ തിരുവചന ഭാഗം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 17 വാക്യം. അവൻ 3 പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3 പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, നമ്മൾ പത്രോസിന്റെ ജീവിതത്തെ കുറിച്ച് ഇന്ന് ചെറുതായി ഒന്ന് ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. വളരെ പ്രത്യേകമായിട്ട് പത്രോസ് സഭയുടെ മുഴുവൻ അധികാരിയായി ദൈവം ഏൽപ്പിച്ച വ്യക്തിയാണ്. ആദ്യമായി തന്നെ നമുക്ക് പാപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാപ്പാപ്പയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഭയുടെ തലവനായി നിലനിൽക്കുന്ന മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് വളരെ പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും മാർപ്പാപ്പ ഉണ്ടാകട്ടെ. ഒപ്പം നമ്മൾ പത്രോസിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ തിരിച്ചറിയുക, പത്രോസ് ആരോ പറഞ്ഞു വിട്ട് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു കേട്ട് വന്നവനാണ്. അന്ത്രയോസ് കൂട്ടിക്കൊണ്ടു വന്നതാണ് പത്രോസിനെ ഈശോയുടെ അടുക്കിലേക്ക്. ഈശോയെ കുറിച്ച് പത്രോസിന് വലിയ ധാരണയില്ല. പത്രോസ് ആരോ പറഞ്ഞത് കേട്ടറിവ് മൂലം ഇവന്റെ അടുത്ത് വന്ന് ഈശോയെ അനുഗമിച്ച വ്യക്തിയാണ് പത്രോസ്. ഇങ്ങനെ കേട്ടറിഞ്ഞ് പത്രോസ് വരുമ്പോൾ പത്രോസിനോട് ഈശോ പറയുന്ന കാര്യം ഇതാണ്: നീ മീനിനെ പിടിച്ച് നടന്നവനാണ്, ഞാൻ ഇനി നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞിട്ടാണ് പത്രോസിനെ ഈശോ ചേർത്ത് നിർത്തുക. അങ്ങനെ ചേർത്ത് നിർത്തി അവന്റെ ജീവിതത്തില് ദൈവം ഈശോയോടൊപ്പമുള്ള യാത്രയായിരുന്നു. പിന്നീട് സുവിശേഷ ഭാഗങ്ങളൊക്കെ പത്രോസിനെ നമ്മൾ കാണുക. അതിനുശേഷം പത്രോസ് അവന്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന ഘട്ടം, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് സകല ജനത്തിന് മുൻപിൽ ഈശോയെ ഏറ്റുപറഞ്ഞ് വിശ്വാസ പ്രഖ്യാപനം നടത്തിയ പത്രോസിനോട് ഈശോ പറഞ്ഞ വാക്കിതാണ്: നീ കേപ്പയാണ്, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ ഭവനം സ്ഥാപിക്കും. മത്തായി അറിയിച്ച സുവിശേഷം 16:16. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് എല്ലാവരുടെ മുമ്പിൽ ഏറ്റുപറയുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. അതേ തുടർന്ന് പത്രോസിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കാണുക, പത്രോസ് ഈശോയെ മാറ്റി നിർത്തി സംസാരിക്കുന്നതാണ്. തന്റെ പീഡാനുഭവ ചരിത്രത്തെക്കുറിച്ചൊക്കെ പ്രവചിപ്പിക്കുന്ന ഈശോ തന്റെ പീഡാനുഭവം വിവരിക്കുമ്പോൾ പത്രോസ് പറയാണ്, ഒരുപക്ഷെ ഏറ്റവും അടുത്ത സ്നേഹിതൻ എന്ന നിലയിൽ, ഗുരുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തി എന്ന നിലയിൽ പത്രോസ് പറയുന്നൊരു കാര്യം, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥത കൊണ്ട്, സ്നേഹം കൊണ്ട് ഒരുപക്ഷെ പത്രോസ് പറഞ്ഞിരിക്കാം. പക്ഷേ ഈശോ പറയുന്ന വാക്ക് വളരെയധികം വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. ഈശോ പത്രോസിനെ മാറ്റി നിർത്തി പറയുകയാണ്, സാത്താനെ ദൂരെ പോവുക, നിന്റെ ചിന്ത ദൈവികമല്ല, നീ പിന്നോട്ട് മാറി നിൽക്കാനാണ് പത്രോസിനോട് പറയുക. അങ്ങനെ പത്രോസിനെ മാറ്റി നിർത്തുന്ന ദൈവത്തെ നമ്മൾ തിരുവചനത്തിൽ കാണും. പക്ഷേ അപ്പോഴും ദൈവം പത്രോസിനെ ഒരുക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും പത്രോസിനെ വളർത്തിക്കൊണ്ട് ദൈവം അവനെ അനുഗമിച്ച് ദൈവത്തോട് കൂടെ ചേർത്ത് പിടിച്ച് പത്രോസിനെ മുന്നോട്ട് നയിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ഇനി പത്രോസിന്റെ ജീവിതത്തില് ഈശോ കരുതിയ രണ്ടാമത്തെ ഘട്ടം, ഈശോ പുതിയ പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞ അവസരമാണ്. സ്നേഹത്തെക്കുറിച്ച് ഈശോ പറഞ്ഞ അവസരം. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയുന്നത് നിങ്ങളുടെ സ്നേഹം അറിഞ്ഞിട്ടാണ്, നിങ്ങളുടെ സ്നേഹം കണ്ടിട്ടാണ്, നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹവും കരുതലും കണ്ടിട്ടാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയാനായിട്ട് പോകുക. അപ്പൊ ഏറ്റവും വലിയ പ്രമാണമായിട്ട് ഈശോ അവതരിപ്പിച്ചതും അത് തന്നെയാണ്, സ്നേഹിക്കുക. സ്നേഹം എന്ന പ്രമാണത്തെ ഈശോ അവതരിപ്പിച്ചതും അപ്രകാരമാണ്. ആ സ്നേഹത്തെക്കുറിച്ച് ഈശോ പറഞ്ഞതിന് ശേഷം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ശിഷ്യനിലെ ഒരുവനായ പത്രോസിനോട് ഈശോ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. പത്രോസിന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. പാപം അവന്റെ പടിവാതിൽക്കലുണ്ട് എന്ന് അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിലും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണം, ദൈവം ഇപ്രകാരം മുന്നറിയിപ്പുകൾ പലപ്പോഴും നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകള്, പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസരങ്ങളിലൊക്കെ ദൈവം ഇങ്ങനെ മുന്നറിയിപ്പുമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ആ ദൈവത്തെ തിരിച്ചറിയുന്നവരുടെ എണ്ണം ചുരുക്കമാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വീഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. മുന്നറിയിപ്പുമായി ദൈവം മുന്നിൽ നിൽക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ദൈവത്തെ കാണുന്നില്ല, മറിച്ച് നമുക്ക് മുൻപിലേക്ക് വന്ന വെല്ലുവിളികളെ പഴിചാരി ദൈവത്തെ പഴിചാരുന്നവരായിട്ട് നമ്മൾ പലപ്പോഴും മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ മുന്നറിയിപ്പുമായിട്ട് ദൈവം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം മുന്നറിയിപ്പുകളുമായിട്ട് നൽകുമ്പോൾ നമ്മൾ ഓർത്തോണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന താക്കീതുകൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കണമെങ്കിൽ
പത്രോസിനെ പോലെ ഒരുപക്ഷെ നമ്മൾ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവരായിട്ട് മാറണം എന്നുള്ളതാണ്. ഈശോയുടെ കൂടെ നടക്കുമ്പോഴാണ് പത്രോസ് കണ്ടതുപോലെ ഈ മുന്നറിയിപ്പുകളെ കാണാനായിട്ട് നമുക്ക് സാധിക്കുക. ഇനി പത്രോസിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ തന്നിട്ടും പത്രോസ് സജ്ജനായിരുന്നു. പത്രോസ് ധൈര്യസമേതം പറയുകയാണ് ഈശോയുടെ തിരുസന്നിധിയില്. ശിഷ്യന്മാരൊക്കെ കൂടി നിൽക്കുമ്പോൾ പറയാണ്, ഇവരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല, എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഞാൻ നിന്നെ തള്ളിപ്പറയാനായിട്ട് തയ്യാറല്ല എന്ന് പത്രോസ് ധൈര്യസമേതം പറയാ. സത്യത്തില് പത്രോസ് അത് പറയുമ്പോൾ ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അവൻ ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കുന്നില്ല ഈശോയെ തള്ളിപ്പറയാനായിട്ട് ഞാൻ പോകുന്നു എന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ അപ്പോഴും ദൈവം മുന്നറിയിപ്പ് നൽകി, കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 തവണ തള്ളിപ്പറയും പത്രോസേ എന്ന് ഈശോ അവന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ മുന്നറിയിപ്പുകൾക്കൊക്കെ ശേഷം ഈശോ പീഡാനുഭവത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈശോ പ്രധാന ആചാര്യന്മാരുടെയും സേവകരുടെയും ഒക്കെ നടുവിൽ നിൽക്കുമ്പോൾ പത്രോസ് പതിയെ ആരും കാണാതെ രഹസ്യത്തിൽ ദൈവത്തെ അനുഗമിക്കുകയാണ്. ദൈവത്തിന് പിന്നാലെ പോകുമ്പോൾ പത്രോസിന് സംഭവിച്ച അപജയത്തെയാണ് നമ്മൾ രണ്ടാമതായിട്ട് വീണ്ടും കാണുക. പത്രോസിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ അപജയം, അത് പത്രോസ് തീ കായാൻ പോവുകയാണ്. ഒരുപക്ഷെ നമ്മൾ അതിനെ മനസ്സിലാക്കുക, ലോകം തന്ന ചൂട് സുഖവും ഒക്കെ അന്വേഷിച്ചു പോയ പത്രോസ് ഗുരുവിന്റെ സ്നേഹം തിരിച്ചറിയാതെ പോയി, അല്ലെങ്കിൽ ഗുരുവിന്റെ സ്നേഹം മറന്നുപോയി. രണ്ടാമത്തെ കാര്യം, ലോകം തന്ന സുഖത്തിന് പിന്നാലെ ചൂടിന് പിന്നാലെ പോയ പത്രോസ് തന്റെ തന്നെ വാഗ്ദാനവും മറന്നുപോയി. ഞാൻ ജീവൻ നഷ്ടപ്പെട്ടാലും നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞതാണ് പത്രോസ്. ആ പത്രോസ് ചൂട് പറ്റി സേവകരോടൊപ്പം ചൂട് പറ്റിയിരുന്നപ്പോ ദൈവത്തിന്റെ സ്നേഹം മറന്നു, സ്വന്തം വാഗ്ദാനവും മറന്നു. രണ്ടാമത്തെ കാര്യം, പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നത് ആരുടെ മുമ്പിലാണ് എന്നുള്ളതാണ്. ജനസേവകരുടെയോ രാജ്യസേവകരുടെയോ പ്രധാന ആചാര്യന്മാരുടെയോ ഒന്നും മുമ്പിലല്ല. പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു പരിചാരകയുടെ മുമ്പിലാണ്. നമ്മളും ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു സത്യം, പാപം എപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് വലിയ കൊട്ടിഘോഷങ്ങളോട് കൂടിയിട്ടല്ല, മറിച്ച് ചെറിയ കെണികൾ ഒരുക്കിയാണ്. വലിയ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമ്മൾ എല്ലാവരും സജ്ജരാണെന്നുള്ളതാണ്. വലിയ പ്രലോഭനങ്ങൾ വന്നാൽ അതിനെ അതിജീവിക്കാൻ നമ്മൾ സജ്ജരാണ്, നമ്മൾ തയ്യാറാണ്. പക്ഷേ പാപം ഒളിഞ്ഞിരിക്കുന്നത് ചെറിയ പാകപ്പിഴകളിലൂടെ, ചെറിയ പാപക്കെണികളിലൂടെയാണെന്നുള്ള തിരിച്ചറിവ് പത്രോസിന്റെ ജീവിതം നമുക്ക് മുൻപിലേക്ക് വയ്ക്കുന്നുണ്ട്. ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ലോകത്തിന്റെ പിന്നാലെ, ലോകത്തിന്റെ ചൂട് പറ്റി നമ്മൾ പോകുമ്പോൾ, താൽക്കാലിക സുഖങ്ങൾക്ക് പിന്നാലെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ കരുതലാണ്. ഒരുപക്ഷെ നമ്മൾ മറന്നു പോകുന്നത് നമ്മളും ദൈവവും തമ്മിൽ ഏറ്റെടുത്ത വാഗ്ദാനത്തിന്റെ ആ ചൂടിനെയാണ് നമ്മൾ മറന്നു പോകുന്നതെന്ന ഓർമ്മപ്പെടുത്തൽ ഈ നോമ്പ് കാലത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ പലപ്പോഴും പാപം ഒളിഞ്ഞിരിക്കുന്നത് ചെറിയ പാപക്കെണികളിലാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. അപ്പോഴാണ് വലിയ പാപക്കെണികളെ അതിജീവിക്കാൻ മാത്രം നമ്മൾ ശക്തരാകുക, സന്നദ്ധരാകുക എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകട്ടെ. ഇനി പത്രോസിന്റെ ജീവിതത്തിലെ തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ ജീവിതത്തിന് ഒരു മനോഭാവമുണ്ട്. തള്ളിപ്പറഞ്ഞു കഴിയുന്നത് വരെ പത്രോസ് ഇതൊന്നും തിരിച്ചറിഞ്ഞില്ല. ദൈവം തന്ന മുന്നറിയിപ്പ് അവൻ ഓർത്തില്ല. ദൈവം അവന് നൽകിയ സ്നേഹവും കരുതലും സംരക്ഷണവും അവൻ മറന്നുപോയി. അങ്ങനെ കോഴി കൂവുമ്പോൾ പത്രോസിന് ഒരു തിരിച്ചറിവ് ലഭിക്കുകയാണ്. ദൈവം ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് തന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ആ മുന്നറിയിപ്പിനെ തിരിച്ചറിയാൻ, പാപത്തെ അതിജീവിക്കാൻ, ഒരു പരിചാരികയുടെ മുമ്പിൽ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയാൻ തക്കവിധം ഞാൻ അധപ്പതിച്ചു പോയെന്ന തിരിച്ചറിവ് പത്രോസിന് വരികയാണ്. പത്രോസ് ദൈവത്തിന്റെ മുന്നറിയിപ്പ് തന്നിട്ടും ദൈവത്തിന്റെ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് പാപത്തിൽ വീണുപോകുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. അത് ഏറ്റവും വലിയ വേദനയ്ക്ക് കാരണമാകുകയാണ് പത്രോസിന്. രണ്ടാമത്തെ കാര്യം, പത്രോസ് ഈശോയിലേക്ക് നോക്കി. അപ്പോൾ ഈശോ പത്രോസിനെ നോക്കി എന്നുള്ളതാണ്. പത്രോസ് ഈശോയെ കണ്ടു, ഈശോ പത്രോസിനെ കണ്ടു. പാപം ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയൊരു മനോഭാവം ഇപ്രകാരമായിരിക്കണം. പാപം ചെയ്തു പോയി എന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തെ നോക്കാൻ, ദൈവത്തിലേക്ക് തിരിച്ചു നോക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു മറയ്ക്കും. എന്തിനാ? നമ്മൾ തെറ്റ് ചെയ്തവരോട് അവരുടെ മുഖം മറച്ച് നമ്മൾ നോക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. പത്രോസ് ദൈവത്തെ കണ്ടത് അവന്റെ പാപ അവസ്ഥയിലാണ്. അവൻ എല്ലാവരുടെയും മുമ്പിൽ ഏറ്റു പറഞ്ഞു ധൈര്യസമേതം, ഞാൻ ദൈവത്തെ തള്ളിപ്പറയില്ല, ഞാൻ എൻ്റെ ജീവൻ പോയാലും നിന്നെ കൈവിടില്ല എന്നേറ്റു പറഞ്ഞവനാണ്. അങ്ങനെ പറഞ്ഞ പത്രോസിന് വീഴ്ച സംഭവിച്ചപ്പോൾ പത്രോസ് നോക്കുകയാണ് ഈശോയിലേക്ക്. അവിടെയാണ് ദൈവത്തിന്റെ കരുണയെ നമ്മൾ കണ്ടെത്തുക. ഈശോ പത്രോസിനെ നോക്കി. ആ നോട്ടത്തിനൊരു വ്യത്യാസമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന രീതിയിലല്ല ഈശോ നോക്കുക. നമ്മൾ പലപ്പോഴും അവരെ കുറ്റക്കാരായിട്ട് കാണാം,
അല്ലെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്തവരാണല്ലോ എന്ന നീരസമൊക്കെ നമ്മുടെ മുഖത്തുണ്ടാവും. ഈശോയുടെ ആ നോട്ടത്തിന് പിന്നിൽ വലിയ ഒരു അനുതാപത്തിന്റെ ഒരു ലക്ഷ്യം കൂടി ഈ ദൈവത്തിന്റെ കണ്ണുകൾക്കുണ്ടായിരുന്നു. പാവിയുടെ നേരെ ദൈവം തിരിക്കുന്ന കരുണയുടെ കണ്ണുകളാണ് ഈശോയിൽ നമ്മളന്ന് പത്രോസ് കണ്ടത്. പാപിയുടെ നേരെ കരുണയോടെ നോക്കുന്ന ദൈവത്തെ കാണുന്ന പത്രോസ്. ആ പത്രോസിനാണ് അനുതാപം ഉണ്ടാകുക. അവൻ പൊട്ടിക്കരഞ്ഞു എന്ന് തിരുവചനത്തില് അവൻ പറയാനായിട്ട് കാരണം ഇതാണ്. അവൻ ദൈവത്തിലേക്ക് നോക്കി, ദൈവം കരുണയോടെ തിരിഞ്ഞു നോക്കുകയാണ് പത്രോസിനെ. തിരിച്ചു വരണമെന്ന പത്രോസിനോട് ആഹ്വാനം ചെയ്യുന്ന കരുണയുടെ നോട്ടം പത്രോസിന് നേരെ ഉണ്ടായി. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓർത്തു വെച്ചോണം, നോമ്പുകാലമാണ്. വളരെ പ്രത്യേകമായിട്ട് നമ്മളെ പാപങ്ങളുടെ കറ നീക്കുന്ന, വളരെയധികം അനുതാപത്തോടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന, വിശുദ്ധീകരിക്കേണ്ട, പവിത്രീകരിക്കേണ്ട കാലഘട്ടം, നമ്മളെ തന്നെ ഒന്ന് ഉടച്ചു വാർക്കേണ്ട കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർത്തിരുന്നോണം, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇങ്ങനെ കരുണയോടെ നോക്കുന്നുണ്ട്. പത്രോസിന്റെ കണ്ണുകളിലേക്ക് ദൈവം നോക്കിയതുപോലെ എൻ്റെ പാപ ചുഴികളിലേക്കല്ല, മറിച്ച് അനുദപിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി കരുണയോടെ എൻ്റെ അരികിലേക്ക് തിരിച്ചു വരണം പത്രോസേ എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണുകളിലേക്കും ദൈവം ഇപ്രകാരം നോക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തല് മുമ്പ് കാലത്തിൽ നമുക്കുണ്ടാകട്ടെ. ഈ ചിന്ത ഈശോ കുറ്റപ്പെടുത്തുന്ന ദൈവമല്ല, മറിച്ച് അനുതാപത്തിലേക്ക് നയിക്കുന്ന ആശ്വാസത്തിന്റെ കരുണയുടെ നോട്ടം നമ്മിലേക്ക് തിരിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ജീവിതത്തില് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മനോഹരമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21 അധ്യായം 17 വാക്യത്തില് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. 3 തവണ ദൈവത്തെ തള്ളിപ്പറഞ്ഞ, ഈശോയെ തള്ളിപ്പറഞ്ഞ, ഗുരുവിനെ തള്ളിപ്പറഞ്ഞ ശിഷ്യനോട് ഈശോ ചോദിക്കുകയാണ്, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു. ഈ ശിമയോനെ എന്ന് വിളിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശിമയോനായിട്ടാണ് പത്രോസ് യോഹന്നാന്റെ സുവിശേഷത ആദ്യം അവതരിക്കുക. യോഹന്നാന്റെ പുത്രനായ ശിമയോൻ മാത്രമായിട്ടാണ് അവതരിക്കുക. പിന്നീട് ദൈവം കൊടുക്കുന്ന പേരാണ് കേപ്പ, പാറ, പത്രോസ്, ദൈവം കൊടുക്കുന്ന പേര്. ഇപ്പോൾ ദൈവം ഈ ഏറ്റവും അവസാന നിമിഷത്തിൽ തന്റെ ശിഷ്യന്മാരെയും സഭയെ മുഴുവനെയും പത്രോസിനെ ഏൽപ്പിക്കുമ്പോൾ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. ഇപ്പോൾ അവൻ പഴയ കേപ്പയോ പത്രോസോ അല്ല, ഇപ്പോൾ പഴയ മനുഷ്യനായിട്ട് മുക്കുവനായിട്ട് തിരിച്ചു പോകുന്ന പത്രോസിനെയാണ് ദൈവം വിളിക്കുക. യോഹന്നാന്റെ മകനായ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 തവണ ചോദിക്കുന്നത് ഈ പഴയ ശിഷ്യനോടാണ്. ഏറ്റവും ആദ്യം ദൈവത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന പഴയ മുക്കുവനായ ശിമയോനോട് തന്നെയുള്ള ചോദ്യമാണിത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 തവണ തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് 3 തവണ അത് തിരുത്തി പറയിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയിപ്പിക്കുന്ന ദൈവത്തിന്റെ കരുണയുടെ മുഖമാണ് നമ്മൾ ഇന്നത്തെ വചനത്തിൽ കാണുക. ആ കരുണയുടെ മുഖം തീർച്ചയായിട്ടും നമുക്ക് നേരെയും ഈശോ തുറന്നു വെച്ചിട്ടുണ്ട്. ആ കരുണയുടെ കണ്ണുകൾ നമ്മുടെ കണ്ണിലേക്കും നോക്കുന്നുണ്ട്. നമ്മുടെ പാപാവസ്ഥയിലേക്ക്, ബലഹീനതകളിലേക്ക്, കുറവുകളിലേക്ക്, വന്നുപോയ വീഴ്ചയിലേക്ക് ദൈവം ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരും മറുപടി പറയാനായിട്ട് തീർച്ചയായിട്ടും കടപ്പെട്ടവരാണ്. പത്രോസിനെ പോലെ പറയാനായിട്ട് എനിക്ക് സാധിക്കണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ തമ്പുരാനെ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വളരെ പ്രത്യേകമായിട്ട് ഈ നോമ്പുകാലത്തില് നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാൻ തള്ളിപ്പറഞ്ഞ പത്രോസ് തിരിച്ചനുതാപത്തോടെ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നത് പോലെ നമ്മുടെ എല്ലാ കുറവുകളെയും പാപങ്ങളെയും പാപക്കറകളെയും ഒക്കെ നമ്മുടെ പിന്നിൽ ഉപേക്ഷിച്ച് ദൈവത്തെ ലക്ഷ്യമാക്കി ഈശോയുടെ അരികിലേക്ക് തിരിച്ചെത്താൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ, കർത്താവിന്റെ കരുണ ആസ്വദിക്കാൻ, ആത്മാർത്ഥമായിട്ട് കർത്താവിനെ പുൽകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും കുടുംബ നവീകരണങ്ങളെയും ഒക്കെ ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ, നമ്മുടെ കുടുംബങ്ങളൊക്കെ വിശുദ്ധീകരിക്കപ്പെടാൻ, ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും ചിന്തകളും ആകുലതകളും തമ്പുരാന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഏറ്റവും വിശുദ്ധിയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരല്പസമയം കണ്ണുകളൊക്കെ അടച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ പത്രോസിനെ പോലെ ഞങ്ങളും ഇപ്പോൾ നിൽക്കുകയാണ്. ബലഹീനതകളും കുറവുകളും പോരായ്മകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നിരുന്നാലും നല്ല തമ്പുരാനെ, ഒരുപക്ഷെ നിന്റെ മുന്നറിയിപ്പുകളെ തിരിച്ചറിയാൻ പലപ്പോഴും വൈകിപ്പോയിട്ടുണ്ട് പത്രോസിനെ പോലെ. എന്നിരുന്നാലും ഞങ്ങൾ ഇന്ന് തിരിച്ചറിയുകയാണ്, കർത്താവെ, അങ്ങ് മുന്നറിയിപ്പായി, കരുതലായി, സംരക്ഷണമായി ഞങ്ങളുടെ മുൻപിൽ നിന്ന
ഓരോ അവസരത്തെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് തമ്പുരാനെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അണയുന്നു. ഞങ്ങളുടെ പാപാവസ്ഥകളെ, കുറവുകളെ, പാപത്തിന്റെ പ്രലോഭനങ്ങളെ ഒക്കെ അതിജീവിക്കാനുള്ള കൃപയും അനുഗ്രഹവും ഈ നോമ്പ് കാലത്തിൽ ഞങ്ങൾക്ക് നൽകണമേ. നോമ്പിന്റെ വിശുദ്ധിയിൽ തമ്പുരാനോട് ചേർന്ന്, അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയാൻ ഞങ്ങളെ എല്ലാവരെയും ശക്തരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു. നല്ല തമ്പുരാനെ, ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ആശീർവാദങ്ങൾ തരാമോ? തീർച്ചയായിട്ടും. കരുണയുള്ള ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് ശിരസ് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, നമ്മുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളോടും, നമ്മുടെ കുടുംബങ്ങളോടും, ജീവിത നിയോഗങ്ങളോടും പ്രാർത്ഥനകളോടും കൂടി ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.